ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണ്, സിഡ്നിയിലാണ്. അപ്പോൾ ഞങ്ങൾ സിഡ്നിയിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് മോർണിംഗ് ആട്ടോ. അപ്പോൾ മോർണിംഗ് ആയിട്ട് ഇന്നത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് സൈനാർ ചേച്ചിയാണ്. എന്താണ് പ്രിപ്പറേഷൻ, എന്താണ് ചെയ്യാൻ പോകുന്നത്? തേങ്ങ അരച്ച മീൻകറി റവപ്പെട്ടുമായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ റവ ഇല്ലാത്തതിനെ അത് ചെയ്യുന്നുള്ളതാണ്. മീൻകറി ഉണ്ടാക്കാൻ മീൻകറിയാണല്ലേ ഈ മീൻകറി? തേങ്ങരച്ച മീൻകറിക്കുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം അതിനൊക്കെ ഒരു 3 തക്കാളിയായിരുന്നു. പിന്നെ അത് തൽക്കാലം 2 തക്കാളികൾ, പിന്നെ ഒരു 1/2 ഉള്ളി മതി, പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഉപ്പ്, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് സാധാരണ ചില്ലി പൗഡർ, മഞ്ഞൾ. ഓക്കെ, ഇതിനകത്ത് കുടംപുളി കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആവുമ്പോഴത്തേക്ക് ഇതിപ്പോ മാഷായി, നോക്ക് നന്നായിട്ട് മാഷ് ആയിട്ടുണ്ട്. ഇനി അപ്പൊ ഇനി കുടംപുളി ഇട്ട വെള്ളം കുടംപുളിയോട് കൂടി ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കാം. തേങ്ങ അത്രേ ഉള്ളൂ. തേങ്ങ അങ്ങനെ യാച്ചു നല്ല അടിപൊളി തേങ്ങ അരച്ചിട്ടുണ്ട്. മിക്സിയിലാണെന്ന് മാത്രം, ഭയങ്കര ക്രെഡിറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട്? ആയി വരുന്നു അല്ലേ? ഓസ്ട്രേലിയയിൽ കറിവേപ്പിലകൾ, വലിയ വലിയ കറിവേപ്പിലകൾ നോക്കും. ഇത്രയും വേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാം എടുത്തോ? ഈശ്വരാ മിന്നിച്ചേക്കണേ. മീൻ തളച്ചു വന്നിരിക്കുന്ന ചെറുങ്ങനെ തിളക്കാറുണ്ട് കുറച്ചും കൂടി. തള വരുന്നുണ്ട് ഇട്ടോ ഇട്ടോ. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് വെളിച്ചെണ്ണ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. പക്ഷെ വെളിച്ചെണ്ണ ഇങ്ങനത്തെ കട്ടിയുള്ള പദാർത്ഥമായിട്ട് അല്ല, ഇത് പോക്കിനിട്ടോയല്ല. ഇനി മൂടി വെക്കാം. ഓക്കേ, ഇറ്റ്സ് റെഡി പീപ്പിൾ. ഇതാണ് മോൻസി ചേട്ടൻ. മോൻസി ചേട്ടൻ വെയിറ്റിംഗ് ആണോ? ഉറപ്പായിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലായിട്ട് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഡൈനിങ് ടേബിൾ എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ അങ്ങനെ ഫിഷ് കറി പൊടിച്ചിട്ടുണ്ട്. ഗ്രേവി എടുത്തോളി. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇങ്ങനൊരു മീൻ കറി കഴിക്കാൻ അതും ഇവളുടെ കൈ കൊണ്ട് ഒന്നും പറയാനില്ല. അടിപൊളി. ഞാൻ കഴിക്കാൻ പോവാട്ടോ. ഓക്കെ, നോക്കാം. എങ്ങനെ എക്സ്പ്രഷൻ എന്തായാലും കാണണമല്ലോ. സൈനാർ ചേച്ചി ഉണ്ടാക്കിയ ഫിഷ് കറിയും കൂട്ടിയുള്ള പിടുത്തം എങ്ങനെയുണ്ട്? സൂപ്പർ, ഒന്നും പറയാനില്ല. കൈ കൊടുക്കാമല്ലോ. എല്ലാരും ഹെൽപ്പ് ചെയ്തതിന് എന്റെ ഏറ്റവും എല്ലാരും ഹെൽപ്പ് ചെയ്തതിന് മാത്രമല്ല, ഇതെല്ലാം ക്ലീൻ ചെയ്ത് നീറ്റ് ആക്കിയിട്ട് നമ്മൾ കഴിക്കാതിരിക്കുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ആക്ച്വലി. അതിന് എല്ലാ ക്രെഡിറ്റും യാച്ചുവാണ് കൊടുക്കുന്നത്. യാച്ചുവാണ് എന്റെ ഫസ്റ്റ് അസിസ്റ്റന്റ്. ലാസ്റ്റത്തെ പുട്ടൊക്കെ യാച്ചു ഉണ്ടാക്കിയത്. യാച്ചുവിന് തിരിച്ചു പോയാലുള്ള ഒരു ഇത്. പിന്നെ ഫിഷ് ഫ്രൈ മൊത്തമായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുള്ളത് റഫീഖാട്ടനാണ്. റഫീഖാട്ടാണ്. സൂപ്പർ.
അപ്പോൾ ഫ്രണ്ട്സ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. സൈന ചേച്ചിയുടെ സൂപ്പർ കുക്കിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് കറിയും പിന്നെ റവപ്പുട്ട് നമ്മൾ അധികം അങ്ങനെ കേട്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കഴിച്ചത്. അടിപൊളി നല്ല സോഫ്റ്റ് ഫുഡായിരുന്നു. അപ്പോൾ ചേച്ചി നല്ലൊരു സിംഗർ മാത്രമല്ല നല്ലൊരു കുക്ക് കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ ഓസ്ട്രേലിയയിലെ മറ്റ് കുറച്ച് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതുവരേക്കും ബൈ.